ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടൊരു അച്ചാറാണ്. അച്ചാറപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ വളരെ രുചിയോടുകൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത്. പഴയ കാലത്തൊക്കെ ആൾക്കാർ പാവയ്ക്ക കൊണ്ടും പപ്പായ കൊണ്ടും ഒക്കെ ഇതുപോലെ അച്ചാറിട്ടിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി പ്രസ് ചെയ്യണം. ആവശ്യമുള്ള സാധനങ്ങൾ: 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കടുക്, ഉപ്പ്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, പച്ചമുളക്, കറിവേപ്പില, പാവയ്ക്ക വട്ടത്തിൽ നുറുക്കിയത്, പുളി പിഴിഞ്ഞ വെള്ളം. പാവയ്ക്ക ഇതുപോലെ നല്ല കനത്തിൽ അരിഞ്ഞെടുക്കണം, നല്ല കട്ടിയിൽ അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ കനം കുറച്ച് അരിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഇത്രയും കനത്തിൽ വേണം പാവയ്ക്ക അരിഞ്ഞെടുക്കാൻ. പണ്ടൊക്കെ ഇതുപോലെ പാവയ്ക്ക ഒന്ന് തിളപ്പിച്ചിരുന്നു, എന്നിട്ട് ആ വെള്ളം കളയായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതിന് പകരമായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് സമയം, ഒരു അരമണിക്കൂറോളം നല്ലോണം ഉപ്പിട്ട വെള്ളത്തിൽ കൈപ്പക്ക ഇട്ട് വെക്കുക. അച്ചാറുണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് വെള്ളം കളഞ്ഞ് വാർത്ത് വെച്ചാൽ മതി. ഇനി പച്ചമുളക് നടു കീറി എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 2 അറ്റം കീറിയിട്ടില്ല, നടുവിൽ മാത്രം കീറി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ പച്ചമുളക് ഉടഞ്ഞു പോവില്ല, എരിവ് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും. ഇതിന് കൃത്യമായിട്ടൊരു കണക്കൊന്നുമില്ല. ഞാനിവിടെ 20ൻ്റെ മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കി വെക്കേണ്ടത് ഉലുവയും കടുകും വറുത്ത് പൊടിക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ ഉലുവയും 2 സ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള അച്ചാറിന് ഉലുവയും കടുകും അളവ് കൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് ഇത്ര തന്നെ അതിൻ്റെ രുചി ഇഷ്ടമാവുന്നില്ലെങ്കിൽ 1.5 സ്പൂൺ ആക്കി എടുത്താലും മതി. നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിക്കാതെ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അച്ചാറിലിടാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ ചെയ്യണം. അച്ചാറുണ്ടാക്കാൻ തുടങ്ങുക. ഇതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ല എണ്ണയൊന്നും ആവശ്യമില്ല, വെളിച്ചെണ്ണ തന്നെ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്നും ഇട്ടിട്ട് കൂടുതൽ നേരം വഴറ്റൊന്നും വേണ്ട. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത അതാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി വേണമെങ്കിൽ പുളിവെള്ളം ഇങ്ങോട്ട് നേരിട്ട് ഒഴിച്ചിട്ട് പിന്നീട് പാവക്ക ഇട്ട് കൊടുക്കാം. അല്ലാത്തതുപോലെയും ചെയ്യാം. ഞാനിപ്പോൾ പാവക്ക വെറുതെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. വഴറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒന്നും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം, അത്ര മാത്രം. അങ്ങനെയല്ലാതെ പുളിവെള്ളം ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം പാവക്ക ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നത്. പാവയ്ക്കൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇത് സാധാരണ അച്ചാറ് പോലെ നമുക്ക് കൈകൊണ്ട് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറല്ല. സ്പൂൺ കൊണ്ട് നമ്മൾ കോരി കുടിക്കുന്ന മാതിരിയുള്ളൊരു അച്ചാറാണ്. പണ്ടൊക്കെ 10 മണിക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് ശീലിച്ചിരുന്ന ആൾക്കാർ കഞ്ഞിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു അച്ചാറാണിത്. പുളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ തിളപ്പിച്ചാൽ മതി, കൂടുതൽ തിളപ്പിക്കേണ്ട. പുളിക്കും കറക്റ്റ് ഒരളവ് പറയുന്നില്ല, അത് നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് നോക്കാം. ഞാനിവിടെ 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 വലിയ സൈസ് പാവയ്ക്കായിരുന്നു. അപ്പോൾ അതിന് 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ പുളി ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് പിന്നീട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ട് കൂടുതൽ നേരം തിളപ്പിക്കരുത്. ഇട്ട് അപ്പം തന്നെ നമുക്ക് മൺചട്ടിയല്ലേ, കുറച്ച് നേരം ഇരുന്ന് തിളക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉലുവയും കടുവും ഇട്ടിട്ട് ഓഫാക്കാം. കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ അച്ചാർ കുറേ ദിവസം പുറത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെ അളവിലുണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ ഈ പാവയ്ക്ക അച്ചാർ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്. കൂടുതൽ നമുക്ക് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അച്ചാറാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.